എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സുഹൃതം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സുഹൃതം സംസ്കൃതത്തിന്റെ രണ്ടാമത്തെ സെഷനിലെ 12ാമത്തെ ക്ലാസ് ആണ്. ആദ്യമായി ഗുരുനാഥ ഡോക്ടർ ഉമ വയപ്പുറം ടീച്ചറിനെയും അതോടൊപ്പം ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ഗുരു സ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം പടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ. ഇന്നത്തെ ക്ലാസ്സിനായി നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ജയശങ്കര. 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 സർവേഭ്യോ നമോ നമഃ. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം വന്ദേ സംസ്കൃതമാതരം. സർവേഭ്യോ നമോ നമഃ. നമ്മള് കുറെ വാചകങ്ങള് പറയാനും അതുപോലെ നാമരൂപങ്ങളുടെ ലിംഗം വചനം വിഭക്തി ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് നമുക്കിങ്ങനെ പറയുക മാത്രമല്ല, ചിലപ്പോ അത് പറയാനായിട്ടുള്ള ചോദ്യങ്ങൾ വേണ്ടി വരുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നവാചക ശബ്ദാഹ എന്ന് പറയും. പ്രശ്നം എന്ന് വെച്ചാൽ ചോദ്യം ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ശബ്ദങ്ങൾ, കുറച്ച് വാക്കുകൾ ആദ്യം നോക്കാം. അപ്പോ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും കഹ, കാ, ഇത്തരത്തിലുള്ള വാക്കുകള്. കഹ എന്ന് വെച്ചാൽ ആര് എന്നാണ്. ആര് എന്നുള്ളതിനെ കഹ എന്ന് ചോദിക്കും. കഹ, കാ, കിം, ഇത് മൂന്നും കിം ശബ്ദം എന്ന് പറയും. അതായത് സംസ്കൃതത്തില് ഇപ്പം നമ്മള് ബാലഹ എന്നുള്ളതിന് അത് ബാലശബ്ദമാണ്. അഹം എന്നുള്ളത് അസ്മത് ശബ്ദം ആണ്. അങ്ങനെ കിം ശബ്ദം, അതായത് എന്ത് എന്നുള്ളത് 3 ലിംഗത്തിലും ചോദിക്കണം. അപ്പൊ കിം, കഹ, കാ. കിം എന്ന് വെച്ചാല് എന്ത് എന്നാണ്. അപ്പൊ അത് പൊതുവെ നപുംസക ലിംഗത്തെ പറ്റി ചോദിക്കുമ്പോഴാണ് കിം ശബ്ദം ചോദിക്കേണ്ടത്. ഇപ്പൊ ഒരു പുസ്തകത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ തത് കിം, അതെന്താണ്, ഏതത് കിം, അങ്ങനെ. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? പുസ്തകം, തത് പുസ്തകം. ഈ തത് പുസ്തകം എന്നുള്ള വാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. തത് പുസ്തകം, ഏതത് പുസ്തകം, ഏതത് രാമായണം. ഇങ്ങനെ കിം എന്നുള്ള ശബ്ദം, കിം എന്ത് എന്നുള്ള അർത്ഥത്തില്. അതുപോലെ കഹ, കിം എന്നുപയോഗിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. കിം കരണീയം, അതൊരു പ്രസിദ്ധമായിട്ടുള്ള കീർത്തനമാണല്ലോ. ആപതി കിം കരണീയം ചരണയുഗൾ സ്മരണീയം ചരണയുഗളം അമ്പായാഹ. അതിന്റെ അർത്ഥം ഇതാണ്: ആപതി, ആപത്തിൽ, കിം കരണീയം, എന്താണ് ചെയ്യേണ്ടത്. കരണീയം എന്നുള്ളതിന് ചെയ്യേണ്ടത് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആപതി കിം കരണീയം, ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ആപത്ത് വരുമ്പോ എന്ത് ചെയ്യണം. സ്മരണീയം, അപ്പൊ കരണീയം എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത്. സ്മരണീയം എന്ന് വെച്ചാൽ ഓർക്കേണ്ടത് എന്നാണ് അർത്ഥം. ഓർക്കേണ്ടതാണ് എന്ത്? സ്മരണീയം ചരണയുഗളം അമ്പായാഹ.
അംബായാഹ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷഷ്ഠി വിഭക്തിയാണ്. അമ്മയുടെ ചരണയുഗളങ്ങളെ സ്മരണീയം, ഓർക്കേണ്ടതാണ്. അപ്പൊ രണ്ട് പുതിയ വാക്കുകളോട് പഠിച്ചു. കരണീയം, ചെയ്യേണ്ടത്. സ്മരണീയം, ഓർക്കേണ്ടത്. സ്മരണീയം ചരണയുഗളം അമ്പായ, അങ്ങനെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കീർത്തനമാണ്. അപ്പൊ അവിടെ ഈ കിം എന്നുള്ളത്, പണ്ട് ഈ കിം കിം എന്ന് ഉപയോഗിച്ചിട്ട് ഒരു പാട്ടൊക്കെ ഇടക്കാലത്ത് വൈറലായിരുന്നു. അപ്പൊ അത് എന്തെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല, എന്നാലും ഈ ഒരു വാക്ക് ഇതാണ് എന്നർത്ഥം. കിം, എന്ത്. പിന്നെ അതിന്റെ പുല്ലിംഗമാണ് കഹ, ആര് എന്നുള്ള അർത്ഥം. കഹ. ഇപ്പോ ശ്രീകൃഷ്ണസ്യ പിതാ കഹ, സഹ കഹ എന്ന് നമുക്ക് ചോദിക്കാം. അവൻ ആരാണ്? സഹ കഹ, അവൻ ആരാണ്? ഭാരതസ്യ പ്രധാനമന്ത്രി കഹ, ഭവതഃ ജ്യേഷ്ഠഃ കഹ, അങ്ങയുടെ ജ്യേഷ്ഠൻ ആരാണ്? ഈ കഹ എന്നുള്ള എല്ലാ ചോദ്യങ്ങളും. രാമായണസ്യ കർത്ത കഹ, കഹ ആഗച്ഛതി, ആരാണ് വരുന്നത്? കഹ ആഗച്ഛതി. കഹ ഗായതി, ആരാണ് ആ പാട്ട് പാടുന്നത്? കഹ രക്ഷതി, ആരാണ് രക്ഷിക്കുന്നത്? ഇങ്ങനെ കഹ എന്നതിന്റെ പുല്ലിംഗം, അതായത് നമ്മൾ ഒരു പുരുഷനെ അല്ലെങ്കിൽ പുല്ലിംഗത്തിലുള്ള വാക്കിനെ സൂചിപ്പിക്കാനാണ്, അതിനെ കൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ കഹ എന്ന് ചോദിക്കണം. ഏഷഹ കഹ, ഇവനാരാണ്? അപ്പൊ ചിലപ്പോ ഈ കഹ എന്നുള്ളതിൽ വിസർഗമാണല്ലോ, അപ്പൊ അത് കഴിഞ്ഞു വരുന്ന അക്ഷരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓകാരമായിട്ട് മാറാറുണ്ട്. ചിലപ്പോ കോ ഭവാൻ എന്നൊക്കെ, നിങ്ങൾ ആരാണ്, അങ്ങാരാണ് എന്നുള്ള അർത്ഥത്തിൽ കോ ഭവാൻ എന്നൊക്കെ കാണാം. ഈ കഹ, ആര്. പിന്നെ കാ എന്നാണ് അതിന്റെ സ്ത്രീലിംഗം. സ്ത്രീ ആണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ കാ. ഭവതി കാ എന്ന് വെച്ചാൽ ഭവതി ആരാണ്? ഭവതി കാ. തവ മാതാ കാ, അമ്മ ആരാണ്? കാ രക്ഷതി, ആരാണ് രക്ഷിക്കുന്നത്? അപ്പൊ ഒരു ദേവിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ കാ രക്ഷതി. അപ്പൊ അതേ സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മള് രണ്ടുപേരുടെ, ദേവന്റെയും ദേവിയുടെയും കഥകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ശ്രീകൃഷ്ണന്റെ കഥയാണ് പറയുന്നതെങ്കിൽ കഹ രക്ഷതി പുല്ലിംഗത്തിൽ ചോദിക്കും. ഇനിയിപ്പോ ദേവിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ കാ രക്ഷതി, ആരാണ് രക്ഷിക്കുന്നത്? കാ ആഗച്ഛതി, ആരാണ് വരുന്നത്? കാ നൃത്യതി, ആര് നൃത്തം ചെയ്യുന്നു? അപ്പൊ ഈ കഹ, കാ. പിന്നെ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഇവിടെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് അത് പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ വസ്തുക്കള് ഇങ്ങനെ പുല്ലിംഗമായിട്ടും സ്ത്രീലിംഗമായിട്ടും വരും. ഇപ്പൊ നൗക എന്നുള്ള വാക്കുണ്ടല്ലോ, തോണി, അത് സ്ത്രീലിംഗാണ്. അപ്പോ സാക്ക എന്നാണ്. ഇപ്പൊ ഒരു തോണി ചൂണ്ടിക്കൊണ്ട് അതെന്താണെന്ന് അറിയാത്ത ആള് ചോദിക്കുകയാണെങ്കിൽ സാക്ക എന്നാണ് ചോദിക്കുക, അവൾ ആരാണ്? അപ്പൊ അത് വസ്തുവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നൗക എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് അങ്ങനെയാണ് ചോദിക്കുക, സാ ക. അതുപോലെ പുല്ലിംഗത്തിലും വരാം. ഇപ്പൊ വൃക്ഷ, മരത്തിന് അങ്ങനെ പുല്ലിംഗ സ്ത്രീലിംഗം ഒന്നും ഇല്ലല്ലോ, പക്ഷെ എന്നാലും വൃക്ഷ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. ഇപ്പൊ കഹ വൃക്ഷ, ഇപ്പൊ ഇത് ഏത് വൃക്ഷമാണ്? ആര് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ഏത് എന്നുള്ള അർത്ഥത്തിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുക. ഇപ്പൊ കഹ വൃക്ഷ, ഇത് ഏത് വൃക്ഷമാണ്, അല്ലെങ്കിൽ ഏതാണ് ആ വൃക്ഷം? കഹ ആമ്രവൃക്ഷ. ഇപ്പൊ കുറെ വൃക്ഷങ്ങളുടെ നടുവില് ഇതിലേതാണ് മാവ് എന്ന് ചോദിക്കണമെങ്കിൽ കഹ ആമ്രവൃക്ഷ. കഹ പശ്യതി, ആരാണ് കാണുന്നത്? കഹ തപഹ കരോതി, ആരാണ് തപസ് ചെയ്യുന്നത്? ഇങ്ങനെ കിം കഹ കാ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, തവ നാമ കിം, നിന്റെ പേരെന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുക ചിലപ്പോ ആ ഒരു വാചകമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത്
തവ നാമക്കിം. അപ്പൊ തവ എന്നുള്ളതിന്റെ സ്ഥാനത്ത്, തവ എന്ന് വെച്ചാൽ നിന്റെ എന്നാണ് അർത്ഥം. അതിന്റെ സ്ഥാനത്ത് നമുക്ക് ഭവതഹ എന്നോ ഭവത്യാഹ എന്നോ ചേർക്കാം. ഭവതഹ നാമക്കിം അല്ലെങ്കിൽ ഭവത്യാഹ നാമക്കിം. അപ്പൊ അവിടെ സ്ത്രീയോടാണ് ചോദിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കിം എന്നുള്ളതിന് മാറ്റം വരില്ല. കാരണം നാമ എന്നുള്ളതിനോടാണ് ഇത് യോജിക്കുന്നത്. അതുകൊണ്ട് ഭവതഹ നാമക്കിം ഭവത്യാഹ നാമക്കിം. ഭവതഹ രാഷ്ട്രസ്യ നാമക്കിം. അങ്ങയുടെ രാജ്യത്തിന്റെ പേരെന്താണ്? ദേവസ്യ നാമക്കിം. ഓരോ ചിത്രം കാണിച്ചിട്ട് ഈ ദേവന്റെ പേര് എന്താണ്? അധ്യാപകസ്യ നാമക്കിം. ഈ നാമ എന്നുള്ളതിന്റെ കൂടെ എപ്പോഴും കിം എന്ന് മാത്രമേ വരുള്ളൂ. ഇങ്ങനെ പുസ്തകം കിം, ഏതാണ് പുസ്തകം? അതുപോലെ പുസ്തകസ്യ നാമ കിം, പുസ്തകത്തിന്റെ പേര് എന്താണ്? അതുപോലെ കഹ ക, നമ്മൾ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഏതേഷു ഗായകഹ കഹ. അപ്പൊ ഇങ്ങനെ കുറെ നിൽക്കുന്ന ആളുകളില് ഗായകൻ ആരാണ്? ഏതേഷു ഗായകഹ കഹ, ഏതേഷു നർത്തകഹ കഹ, ഏതേഷു ഭാഷകഹ കഹ, നന്നായിട്ട് ഭാഷണം ചെയ്യാൻ പറ്റുന്ന ആള്. ഇങ്ങനെ ഏതേഷു കുശലഹ കഹ, ഇതിൽ സാമർഥ്യമുള്ളത് ആരാണ്? ഇങ്ങനെ കഹ കാ. ഏതാസു ഗായിക ക, നേരത്തെ ഏതേഷു എന്നാണ് പറഞ്ഞത്. ഏതേഷു പുല്ലിംഗത്തില്, ഇവരിൽ എന്നുള്ള അർത്ഥം. ഏതാസു ഇവരിൽ തന്നെയാണ് അർത്ഥം. പക്ഷെ അത് സ്ത്രീകളാണെങ്കിൽ ഏതാസു ഗായിക ക, ഇവരിൽ ഗായിക ആരാണ്? ഏതാസു സുന്ദരി ക, ഇവരിൽ സുന്ദരി ആരാണ്? ഇനി അത് അവരിൽ എന്നാണെങ്കിൽ താസു എന്നാവും. താസു നായിക ക, അവരിൽ ആരാണ് നായിക? തേഷു ഉത്തമഹ കഹ, ആ കൂടിയിരിക്കുന്നവരിലെ അവരിൽ ആരാണ് ഉത്തമൻ? തേഷു ഉത്തമഹ കഹ, തേഷു ഉത്തമാ ക, ഏറ്റവും ഉത്തമയായിട്ടുള്ളത് ആരാണ്? ഇങ്ങനെ കിം കഹ കാ. അപ്പൊ ഇതില് പറയുന്ന കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം. ഈ കിം എന്നുള്ളതിന്റെ കൂടെയും അതുപോലെ കഹ ക, അതിന്റെ കൂടെയൊക്കെ ചന എന്നുള്ള ഒരു പ്രത്യയമുണ്ട്. ച ന, അത് ചേർത്ത് പറയുമ്പോ ഏതോ ഒരു എന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ നമ്മള് കഥയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോ അങ്ങനെയാണല്ലോ പറയാ. ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. അപ്പൊ ഏതോ ഒരു കാട്ടിൽ ഏതോ ഒരു സിംഹം ഉണ്ടായിരുന്നു, അങ്ങനെയാണല്ലോ തുടങ്ങുക. അപ്പൊ ഈ കിഞ്ചന എന്ന് വെച്ചാല് ഏതോ ഒരു എന്നുള്ള അർത്ഥം. കിഞ്ചന വനമാസീത്, ഒരു കാട് ഉണ്ടായിരുന്നു. അതുപോലെ കഹ എന്നുള്ളതിന്റെ കൂടെ ചന പ്രത്യയം ചേർത്താൽ കശ്ചന എന്ന് കിട്ടും. കശ്ചന രാജ ആസീത്, ഒരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ കഥകൾ തുടങ്ങുക. കശ്ചന ബാലകഹ ആസീത്, ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇങ്ങനെ കശ്ചന എന്ന് കിട്ടും. പൊതുവെ ഈ നമ്മളെ കഥകളിലൊക്കെ, പാഠപുസ്തകത്തിലൊക്കെ മിക്കവാറും കഥകൾ ഇങ്ങനെയായിരിക്കും തുടങ്ങുക. കശ്ചന രാജ ആസീത്, അല്ലെങ്കിൽ കശ്ചന പുരുഷ ആസീത്, ഗ്രാമേ കശ്ചന പണ്ഡിത ആസീത്, ആ ഗ്രാമത്തിൽ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കശ്ചന. ഇനി ഇതിന്റെ സ്ത്രീലിംഗം കാചന, ഏതോ ഒരു എന്നുള്ള അർത്ഥം തന്നെ, ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നത്. കാചന നർത്തകി ആസീത്, അല്ലെങ്കിൽ കാചന യുവതി ആസീത്, ഒരു യുവതി ഉണ്ടായിരുന്നു. അങ്ങനെ കഥ തുടങ്ങുകയാണ്. ഇത് ഈ ഒരു വാക്കുകൾ പറഞ്ഞപ്പോ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് പുരാണമൊക്കെ വായിക്കുമ്പോ ധാരാളം കേട്ടിട്ടുണ്ടാവും. ഈ കശ്ചന, കാചന, കിഞ്ചന അത് മാത്രമല്ല ഈ കസ്മിംശ്ചിത് എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. കസ്മിംശ്ചിത് എന്ന് വെച്ചാൽ ഏതോ ഒരിടത്ത് എന്നുള്ള അർത്ഥമാണ്. അത് നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചത് കഹ ക കിം, എന്ത് ആര് എന്നുള്ള അർത്ഥത്തില്. ഇനി കുത്ര എന്നുള്ള ഒരു വാക്കുണ്ട്, എവിടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര തത്ര എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര എത്ര രഘുനാമകീർത്തനം തത്ര തത്ര കൃത മസ്തകാഞ്ജലിയും. എവിടെയാണോ രഘുനാമകീർത്തനം ഉള്ളത് അവിടെ
അങ്ങനെ ശിരസ് കുനിച്ചിട്ട് നിൽക്കുന്ന ഹനുമാനെ എന്നുള്ള അർത്ഥത്തില്. അപ്പൊ ഇവിടെ യത്ര തത്ര പോലെ കുത്ര, കുത്ര എന്ന് ചോദിച്ചാൽ എവിടെ എന്നാണ് അർത്ഥം. ഗൃഹം കുത്ര അസ്തി, ടീച്ചറെ ഹിമാലയ കശ്ചിത് എന്നൊരു വാക്കുണ്ടോ? കശ്ചിത്. കശ്ചിത് എന്നും ഉണ്ട്, കശ്ചന എന്നും ഉണ്ട്. അത് ചിത് പ്രത്യയം ചേരുന്നതാണ് കശ്ചിത്. ചന പ്രത്യയവും അതുപോലെ കാചിത് എന്നും പറയും. അത് രണ്ടും ഒരേ അർത്ഥമാണ്, ഏതോ ഒരു എന്നുള്ള അർത്ഥം തന്നെയാണ്. ചന പ്രത്യയവും ഉണ്ട്, ചിത് പ്രത്യയവും ഉണ്ട്. കാചിത് എന്നും കഞ്ചിത് എന്നുമൊക്കെ പറയാം, കിഞ്ചിത് എന്നൊക്കെ പറയാറുണ്ട്. കശ്ചിത് എന്നുള്ളതിന്റെ അർത്ഥം കശ്ചിത് ഇത് തന്നെ, അർത്ഥം ഇത് തന്നെയാണ്, ഏതോ ഒരു എന്നുള്ള അർത്ഥം. കശ്ചിത് ബാലകഃ, ഒരു കുട്ടി എന്നുള്ള അർത്ഥം. കശ്ചിത് വൃക്ഷഃ, ഒരു മരം, അങ്ങനെ ഏതോ ഒരു എന്നുള്ള അർത്ഥം. അത് നമ്മള് ഈ പ്രത്യയം ചേർത്ത് കഴിയുമ്പോ ആ വാക്ക് കാണുമ്പോ നമ്മൾ എന്തോ അർത്ഥം മാറി എന്നൊക്കെ വിചാരിക്കും, കശ്ചിത് എന്നുള്ള വാക്ക് കാണുമ്പോ. പക്ഷെ ഒന്നുമില്ല, ഏതോ ഒരു എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അതുപോലെ കഥാചിത് എന്ന് വെച്ചാൽ ഒരിക്കൽ. ചിലപ്പോ കഥകൾ അങ്ങനെ തുടങ്ങുമല്ലോ, ഒരിക്കൽ ഒരു രാജാവ് നായാട്ടിന് പോയതായിരുന്നു, അപ്പൊ കഥാചിത് എന്ന് തുടങ്ങും. കഥാചിത് ഏകഹ രാജ മൃഗയാർത്ഥം ഗതവാൻ. കഥാചിത് ഒരിക്കൽ എന്നുള്ള അർത്ഥം. അങ്ങനെ ഇവിടെ കുത്ര എവിടെ എന്നുള്ള അർത്ഥമാണ്. ഗൃഹം കുത്ര അസ്തി, രാജ കുത്ര അസ്തി, പുസ്തകം കുത്ര അസ്തി, സഹ കുത്ര അസ്തി, അവൻ എവിടെയാണ്, സഹ കുത്ര അസ്തി. ഇതുപോലെ നേരത്തെ ചിത് പ്രത്യയം അല്ല ചന പ്രത്യയം ഒക്കെ പറഞ്ഞല്ലോ, അതുപോലെ കുത്രചിത്ത് എന്നും പറയും. അതായത് എവിടെയോ ഒരിടത്ത് എന്നുള്ള അർത്ഥം. കുത്രചിത്ത് എവിടെയോ, എവിടെയാ നമുക്കറിയില്ല, എവിടെയോ ഒരിടത്ത് കുത്രചിത്ത് എന്നുള്ള അർത്ഥമുണ്ട്, വാക്കുണ്ട്. അപ്പൊ കുത്ര എന്നുള്ളതിന് എവിടെ എന്നുള്ള അർത്ഥം. അപ്പൊ ഈ രണ്ട് വാക്കുകൾ, ചോദ്യം ചോദിക്കുന്ന രണ്ട് വാക്കുകൾ മാത്രം ഒന്ന് പരിചയപ്പെടാം. രണ്ട് എന്ന് വെച്ചാല് നേരത്തെ പറഞ്ഞത് 3 വാക്കുകൾ ഉണ്ടെങ്കിലും അത് സത്യം പറഞ്ഞാൽ ഒന്നിനെ ഒന്നാണ്, ഒന്നിന്റെ 3 ലിംഗങ്ങളാണ്. കഹ, ക, കിം. കഹ പുല്ലിംഗം, ക സ്ത്രീലിംഗം, കിം നപുംസകലിംഗം. അത് 3 വാക്കുകൾ ഉണ്ടെങ്കിലും അർത്ഥം എന്താണ്, ഒരേപോലെ വരുന്നതാണ്. ആര്, എന്ത് എന്നുള്ള അർത്ഥം. ഇവിടെ രണ്ടാമത് പറഞ്ഞത് കുത്ര എവിടെ എന്നുള്ള അർത്ഥമാണ്. പിന്നെ വേറൊന്ന്, നമ്മൾ ഈ വ്യാകരണപരമായിട്ടുള്ള കാര്യങ്ങള് ഒന്നും കൂടി ഇതോടെ കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് എന്താണ് ഇങ്ങനത്തെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി പരിചയപ്പെടാം. പിന്നെ നമ്മുടെ ദിവസങ്ങളുടെ പേരുകൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, കാരണം ഹിന്ദിയിൽ പഠിച്ചിട്ടുണ്ടാവും. വാസരാഹ എന്നാണ്, വാസരാഹ എന്ന് പറയാം, ദിനഹ എന്ന് പറയാം, വാരഹ എന്ന് പറയാം, രവിവാസരഹ, സോമവാസരഹ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ്. രവിവാസരഹ, സോമവാസരഹ. പിന്നെ ചൊവ്വയ്ക്ക് നമ്മള് മംഗളവാസരഹ എന്നും പറയും, കുജവാസരഹ എന്നും പറയും. 2 വാക്കുകളുണ്ട്. മംഗളവാസരഹ, ബുധവാസരഹ, ഗുരുവാസരഹ, ശുക്രവാസരഹ, ശനിവാസരഹ. അതില് വളരെ യുക്തിപൂർവമാണ് രവിവാസരഹ. രവി സൂര്യൻ, സൂര്യനെയാണ് നമ്മൾ ഞായർ എന്ന് പറയുന്നത്. പിന്നെ ചന്ദ്രനാണ് സോമൻ. രവിവാസരഹ, സോമവാസരഹ. പിന്നെ ചൊവ്വ ശരിക്കും എന്താ, മംഗളകാരിയാണ്. നമ്മള് ചൊവ്വ ദോഷം എന്നൊക്കെയാണ് പറയാ, പക്ഷെ ചൊവ്വ മംഗളകാരിയാണ് എന്നാണ് ഈ വാക്കുകളിലൂടെ അർത്ഥാക്കുന്നത്. മംഗളവാസരഹ. പിന്നെ ബുധവാസരഹ, ബുധൻ എന്നുള്ളതിന് പണ്ഡിതൻ എന്നാണ് അർത്ഥം. അങ്ങനൊരു അർത്ഥമുണ്ട്, ബുധവാസരഹ. പിന്നെ ഗുരുവാസരഹ, ഗുരു ബൃഹസ്പതി. ചിലരൊക്കെ ബൃഹസ്പതി വാസരഹ ഇതിനെ പറയാറുണ്ട്. അപ്പൊ ഞാനൊക്കെ BEdന് പഠിക്കുന്ന സമയത്ത് അവിടെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അവര് ഈ വ്യാഴാഴ്ചയാണെങ്കിൽ
ബൃഹസ്പതി വാസരഹ എന്നാണ് പറയാ. എന്തായാലും ഗുരുവാസര, വ്യാഴം എന്നുള്ളതിന് ബൃഹസ്പതി എന്നാണ് അർത്ഥം. പിന്നെ ശുക്രവാസരഹ സുരഗുരു, പിന്നെ ശനിവാസരഹ. അങ്ങനെ അത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇത് പറയുമ്പോ നമുക്ക് ഇന്ന് നാളെ എന്നൊക്കെയുള്ള അർത്ഥത്തില് അദ്യ എന്ന് പറയും. ഇന്ന് അദ്യ. നാളെ എന്നുള്ളതിന് ശ്വഹ എന്ന് പറയും. ഇന്നലെ എന്നുള്ളതിന് ഹ്യഹ. ഈ 3 വാക്കുകളോട് പരിചയപ്പെടുത്താം. അദ്യ ഇന്ന്, ഹ്യഹ ആണ് ഇന്നലെ, ശ്വഹ നാളെ. ഇതിന്റെ കൂടെ തന എന്നുള്ള പ്രത്യയം ചേർത്താൽ ഇന്നത്തെ, നാളത്തെ എന്നുള്ള അർത്ഥം കിട്ടും. അദ്യതന. അദ്യതന എന്ന് വെച്ചാൽ ഇന്നത്തെ എന്നാണ് അർത്ഥം. അദ്യതന. ശ്വസ്തന നാളത്തെ, ഹ്യസ്തന ഇന്നലത്തെ. ഇദാനീംതന എന്നുള്ളൊരു വാക്കുണ്ട്. ഇദാനീംതന എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എന്നാണ് അർത്ഥം. ഇദാനീം എന്ന് വെച്ചാൽ ഇപ്പോഴാണ്. ഇദാനീംതന സമാജേ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്നുള്ള അർത്ഥം. ഇദാനീംതന, അദ്യതന, ശ്വസ്തന, ഹ്യസ്തന. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കഹ ക ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പദ്യാവും. കാളിദാസനോട് ഒരു സമസ്യ പൂരിപ്പിക്കാൻ പറഞ്ഞതാണ്. ഇപ്പൊ കാളിദാസനോടാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം പ്രശസ്തരായവരുടെ പേരില് നമ്മള് ധാരാളം ഐതിഹ്യങ്ങൾ ഇങ്ങനെ വരും. നടന്നതും നടക്കാത്തതുമായിട്ടുള്ള ഐതിഹ്യങ്ങൾ വരും. അപ്പോ അതില് പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നും ഇല്ല. പല കഥകളും പല പ്രശസ്തരുടെയും പേരില്. ഇപ്പം നമ്മൾ ബീർബൽ കഥകൾ എന്ന് പറഞ്ഞിട്ട് ബീർബൽ ചെയ്തു എന്ന് പറയുന്ന കഥ ചിലപ്പോൾ തെന്നാലി രാമൻ ചെയ്തു എന്നുള്ള പേരിൽ അതേ കഥ കേൾക്കാറുണ്ട്. അതുപോലെ ഈസോപ്പ് കഥകളായിട്ടും അതേ കഥ ഉണ്ടാവും. എന്തായാലും കാളിദാസനോട് ഒരിക്കൽ ഒരു സമസ്യ പൂരിപ്പിക്കാൻ പറഞ്ഞതാണ്, കാഖ ഗാഖ വെച്ചിട്ട്. അപ്പൊ അദ്ദേഹം എഴുതി എന്ന് പറയപ്പെടുന്ന സമസ്യയാണ് കാത്വം ബാലെ കാഞ്ചനമാല കസ്യാ പുത്രി കനകലതായ കിം തേ ഹസ്തേ താലീപത്രം കാവാരേഖ കാഖ ഗാഖ. നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ ഇതിലുണ്ട്. ആദ്യം ചോദിക്കുന്നത് കാത്വം ബാലേ എന്നാണ്. ത്വം എന്നുള്ളതിന് നീ എന്നർത്ഥം. നമ്മള് തത്വമസി എന്നുള്ള വാക്കൊക്കെ പ്രസിദ്ധമാണല്ലോ. ത്വം നീ. കാത്വം ബാലേ. ബാലേ എന്ന് വെച്ചാൽ സംബോധനയാണ്, കുട്ടി എന്നുള്ള അർത്ഥം. കാ നീ ആരാണ്. കാത്വം ബാലേ. അപ്പൊ കുട്ടി കാഞ്ചനമാല എന്നാണ് ഉത്തരം പറയുന്നത്. കാത്വം ബാലേ കാഞ്ചനമാല കസ്യാ പുത്രി. കസ്യാഹ എന്ന് വെച്ചാൽ ആരുടെ എന്നാണ്. ആരുടെ എന്നതിന്റെ സ്ത്രീലിംഗം. അത് പുല്ലിംഗം ആണെങ്കിൽ ഇപ്പൊ അച്ഛനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ കസ്യ എന്നാണ് ചോദിക്കുക. കസ്യാഹ പുത്രി. ഈ നമ്മള് പദ്യം ചൊല്ലുമ്പോ ഇടയിലുള്ള വിസർഗം ഉച്ചരിക്കില്ല. അതുകൊണ്ട് കസ്യാ പുത്രി, ആരുടെ പുത്രിയാണ്. കനകലതായാഹ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പഞ്ചമി ഷഷ്ടി വിഭക്തി. കനകലതായാഹ, കനകലതയുടെ. കാവാരേഖ അല്ല, അങ്ങനെയല്ല. കിംതേ ഹസ്തേ, നിന്റെ കയ്യിൽ എന്താണ്. ഹസ്തേ എന്നുള്ളതും പഠിച്ചിട്ടുണ്ട്, കയ്യിൽ എന്നുള്ള അർത്ഥം. സപ്തമി വിഭക്തിയാണ്. കിം തേ ഹസ്തേ. തേ ഹസ്തേ കിം. തേ എന്നുള്ളത് നിന്റെ എന്നുള്ള അർത്ഥമാണ്. തേ തവ, ഇത് രണ്ടും നിന്റെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ തേ ഹസ്തേ കിം, നിന്റെ കയ്യിൽ എന്താണ്. താലീപത്രം. താലീപത്രം എന്ന് വെച്ചാൽ നമ്മള് താളിയോല എന്ന് പറയുന്നതാണ്. താലീപത്രം. കാവാരേഖ, അവിടെ എന്താണ് രേഖ എന്ന് ചോദിക്കുകയാണ്. കാ വാ രേഖ. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് കാഖ ഗാഖ എന്നാണ് പറയുന്നത്. എന്താണ് അതിൽ രേഖ എന്ന് വെച്ചപ്പോ കാഖ ഗാഖ. ഇതൊരു കാഖ ഗാഖ എന്ന് ഉത്തരം വരാൻ തക്കവണ്ണമുള്ള ഒരു സമസ്യ, അത് വേണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എഴുതി എന്ന് പറയുന്നതാണ്. എന്തായാലും തുടക്കക്കാർക്കൊക്കെ പഠിക്കാൻ പറ്റിയ നല്ലൊരു രസമുള്ള ഒരു പദ്യമാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. കാത്വം ബാലേ, അല്ലയോ ബാലെ. ഈ ബാലെ എന്നുള്ള വാക്ക് നമുക്ക് പരിചയം ഉണ്ടാവും. രാമായണത്തിലും
അതുപോലെ അവിടെയൊക്കെ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ, കുട്ടി എന്നല്ല, പൊതുവെ സ്ത്രീകളെ വിളിക്കുന്ന സമയത്ത് അങ്ങനെ വിളിക്കാറുണ്ട്, സംബോധന ചെയ്യാറുണ്ട്. ബാലേ, കാത്വം ബാലേ, ത്വം കാ, നീ ആരാണ്? നമ്മൾ ഇന്ന് പഠിച്ച വാക്കാണ് കാ. നീ ആരാണ്? കാത്വം ബാലേ കാഞ്ചനമാല കസ്യാ പുത്രി കനകലതായാഹ. ആരുടെ മകളാണ്? കനകലതായ. കിം തേ ഹസ്തേ, തേ ഹസ്തേ കിം, കയ്യിൽ എന്താണ്? താലീപത്രം കാവാരേഖ, എന്താണ് അതിലെ രേഖ എഴുതിയിരിക്കുന്നത്? കാഖ ഗാഖ. അപ്പോ മുമ്പ് കാളിദാസൻ തന്നെ എഴുതി എന്ന് പറയുന്ന ടം ടം ട ടം ടം ട ട ടം ട ടം ട എന്ന് അവസാനം വരുന്ന രീതിയിൽ സമസ്യ ചോദിച്ചപ്പോ ഉള്ള ഒരു ശ്ലോകം ഞാനിവിടെ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇങ്ങനെ എന്തായാലും ഇതിൽ ഇതൊക്കെ വരുന്നുണ്ട്. കഹ, കിം, കാ, തേ ഹസ്തേ, ഇതൊക്കെ വരുന്നുണ്ട്. ത്വം, ത്വം എന്ന് പറഞ്ഞപ്പോ അഹം എന്നുള്ള ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അഹം, ത്വം, ഞാൻ, നീ. അപ്പോ ഇന്നിപ്പോ ഇതൊക്കെയാണ് പഠിച്ചത്. കഹ, ക, കിം, പിന്നെ അദ്യ, അദ്യ എന്ന് വെച്ചാൽ ഇന്ന്, ഹ്യഹ ഇന്നലെ, ശ്വഹ നാളെ. അതുപോലെ നമ്മള് ആഴ്ചകളുടെ പേരൊന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ശ്ലോകം, ഇതൊക്കെ കാസ്ത്വം കമലപത്രാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗവതത്തിലൊക്കെ ധാരാളം നീ ആരാണ് എന്ന് ചോദിക്കുമ്പോ കാസ്ത്വം കസ്യാഹ, ധാരാളം ശ്ലോകങ്ങൾ അങ്ങനെയുണ്ട്. കസ്ത്വം എന്ന് ചോദിച്ചാൽ നീ ആരാണ് എന്നാണ് അർത്ഥം. അത് പുരുഷനോട്. കഹാത്വം എന്നുള്ളത് ഒരുമിച്ച് ചേരുമ്പോ കസ്ത്വം, കാത്വം, ഇങ്ങനെയൊക്കെ നാരായണീയത്തിലും അതുപോലെ പുരാണങ്ങളിലൊക്കെ കാണും. നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരു സംശയം ചോദിച്ചോട്ടെ? തേഷു, ഏതാസു, താസു, അത് എനിക്ക് ഒന്ന് പറഞ്ഞു തരൂ. തേഷു എന്ന് വെച്ചാൽ അവരിൽ എന്നാണ് അർത്ഥം. ഇപ്പോ കുറെ പേരിങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ അവരിൽ ആരാണ് നല്ല ആള് എന്ന് ചോദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരിൽ ആരാണ് കൃഷ്ണൻ എന്ന് ചോദിക്കണം. തേഷു കഹ കൃഷ്ണഹ, അവരിൽ ആരാണ് കൃഷ്ണൻ, അല്ലെങ്കിൽ അവരിൽ ആരാണ് പാട്ട് പാടുന്ന ആള്. തേഷു കഹ ഗായക, അവരിൽ എന്നുള്ള അർത്ഥമാണ്. അതിന്റെ സ്ത്രീലിംഗമാണ് താസു. ഇപ്പൊ കുറെ സ്ത്രീകൾ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൽ ആരാണ് അമ്മ എന്ന് ചോദിക്കണമെങ്കിൽ താസു കാ മാത, അതിലാരാണ് നിന്റെ അമ്മ? താസു തവ മാത കാ. ഇതുപോലെ ഏതേഷു എന്ന് വെച്ചാൽ ഇവരിൽ എന്നുള്ള അർത്ഥം. മറ്റേത് അവരിലാണ്, ഇത് ഇവരിൽ. അപ്പൊ അടുത്ത് കൂടി നിൽക്കുന്നവരിൽ. ഏതേഷു കൃഷ്ണഭക്ത കഹ, അല്ലെങ്കിൽ ഏതേഷു പണ്ഡിത കഹ, ഏതേഷു രാമ കഹ. അതിന്റെ സ്ത്രീലിംഗാണ് ഏതാസു. ഏതാസു ഗായിക ക, ഏതാസു കമല ക, അതാണ് ഏതേഷു ഏതാസു. മനസ്സിലായി ടീച്ചറെ, സന്തോഷം. അതുപോലെ എന്ന് പറയുമ്പോ ഇന്ന്, ആദ്യ ഇന്ന്. നാളെ ഈ തേഷു എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ ശ്ലോകം കിട്ടില്ല. അതാണ് ധാരാളം ശ്ലോകങ്ങൾ വരാറുണ്ട്. തേഷാം നിത്യ, അത് തേഷു അല്ല, തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം ഉണ്ടല്ലോ, അത് അവരുടെ എന്നുള്ള അർത്ഥമാണ്. തേഷു അല്ല അവിടെ, തേഷാം എന്നാണ്, അവരുടെ. ഇപ്പോ പല സന്ദർഭങ്ങളിലും വരാറുണ്ട് അവരിൽ എന്നുള്ള അർത്ഥത്തില് തേഷു. പിന്നെ എന്താ പറയുക? ശ്വഹ എന്നുള്ള ഇന്നലെ എന്നല്ലയോ? ശ്വഹ നാളെ. നാളെ. ഇന്നലെ എന്നുള്ളതിന് എന്ത് വരുന്നു? ഹ്യഹ, ഞാൻ എഴുതിയിടാൻ ഗ്രൂപ്പില്, ഹായും യായും ചെയ്യുന്ന സദ്യ എന്ന് പറഞ്ഞാല് അദ്യ പോലെ സദ്യ പെട്ടെന്നാണ്. അത് സദ്യയാണ് പെട്ടെന്ന്. സദ്യ പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിലാണ് സദ്യ. സദ്യ പരനിർവ്രത എന്നൊക്കെ പറയും, പെട്ടെന്ന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അത് മറ്റേ ഭാഗവതത്തിന്റെ വന്ദന ശ്ലോകങ്ങളിൽ ഏതോ ഒരു പദമുണ്ട്. സത്യപ്രേരേതേ മതിമതേതേ രോമാഞ്ചയിത്യംഗം. അതുണ്ട്. അത് പെട്ടെന്ന് എന്നുള്ള അർത്ഥം. മനസ്സിലായി ടീച്ചറെ, സന്തോഷം. സദ്യോ ഹൃദ്യ അവരുദ്ധ്യതേത്ര ഹൃദഭിശ്ചുശ്രൂഷുഭിത്തൽക്ഷണാൽ, അതാണ് ശ്ലോകം. ഭാഗവതത്തിന്റെ
അതെ, ശരി ശരി. തുടക്കത്തിലുള്ള ധർമ്മപ്രോച്ചിത കൈതപുത്ര പരമോ നിർമ്മലനാണ് സദാ ആ, വീര്യം വാസ്തവം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം സദ്യപ്രേരേതേ ശ്രീമദ്ഭാഗവത മതിമൻ ആ, അല്ല, അതല്ല മഹേശ്വര സദ്യോ ഹൃദയ അവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷു പെട്ടെന്ന് തന്നെ അതിന്റെ ഫലം കിട്ടുന്നു എന്നുള്ള അർത്ഥത്തില്. വളരെ സന്തോഷം. സദ്യപ്രേരണ നാരായണീയത്തിലെ അല്ലെ, നാരായണീയത്തില് തുടക്കത്തിലുള്ളത് അതെ അതെ. പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. ആ, ജ്യോതിഷ ടീച്ചർ ക്ലാസ് അവസാനിപ്പിച്ചിരിക്കുന്നു. എന്തായാലും ടീച്ചറിന് ഇന്ന് സുഖമില്ലാതെ ഇരുന്നിട്ട് കൂടി ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ക്ലാസ് ഇന്ന് വെക്കില്ലായിരുന്നു. ആ ചുമയൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വളരെ നല്ല സുഖമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്ന് മനസ്സിലായി. അല്ല, അത് കുഴപ്പമില്ല. കാരണം അങ്ങനെ ഇതായിട്ട് ബുദ്ധിമുട്ടിയതാകണമെന്നില്ല. കാരണം ഞങ്ങളുടെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് സാരമില്ല. എന്നാലും ഇത്ര ഇതായിട്ട് തന്നെ വന്നു ചെയ്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ കാര്യം തന്നെയാണ്. വളരെ സന്തോഷം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ ടീച്ചറിനോട് നമുക്ക് ആ റിവിഷൻ അടുത്ത എപ്പിസോഡ് തൊട്ട് തുടങ്ങാം അല്ലേ? അത് പഠിച്ച പറഞ്ഞാൽ കാര്യങ്ങൾ മതി. നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാന്നുള്ള രീതിയിൽ, കാരണം അതാകുമ്പോൾ ഒന്നും കൂടെ എല്ലാവരുടെ ഒന്ന് മനസ്സിലിരിക്കും. പിന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് അല്ലെ, അങ്ങനെ എന്ത് പറയുന്നു ജയേട്ടൻ, സുരേഷ് ഏട്ടൻ? ടീച്ചർ പറയുന്ന പോലെ അല്ല, അതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ നല്ലതാണ്, വ്യത്യസ്തമാക്കാൻ സഹായിക്കും. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇന്ന് 8 മണിക്ക് നമ്മുടെ ദിഗ്വിജയം പൂജനീയ സ്വാമിനി ദേവി ജ്ഞാനാമനിഷ്ഠ നടത്തുന്ന ദിഗ്വിജയം എന്നുള്ള ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അത് 8 മണിക്ക് ഇവിടെ പങ്കെടുക്കുന്നവർക്ക് എല്ലാവരെയും അവിടെ ആ ക്ലാസ്സിലേക്കും ക്ഷണിക്കുന്നു, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ സുഹൃതം സംസ്കൃതത്തിന്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ ഞായറാഴ്ച ഇടവിട്ടാണ് നമ്മൾ ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇനി വരുന്ന ഞായറാഴ്ചയുടെ അടുത്ത ഞായറാഴ്ചയായിരിക്കും നമ്മുടെ ഈ ക്ലാസ് ഉണ്ടായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര. ജയശങ്കര.